ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മറിയാരാധനയുടെ ചരിത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിപ്പാൻ ഇടയായി. എങ്ങനെയാണ് കത്തോലിക്ക സഭ മറിയാരാധനയെ വളർത്തിക്കൊണ്ടുവന്നത്, അതിനവർ ഉപയോഗിച്ച മാർഗങ്ങൾ എന്താണ്, അതേപോലെ മറിയാരാധനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഹൈപ്പർധൂലിയ എന്ന പദത്തിൻ്റെ അർത്ഥവും നാം നോക്കുകയുണ്ടായി. തുടർന്ന് നാം ശ്രദ്ധിച്ചത് എന്തൊക്കെ അഭിസംബോധനകളാണ്, വിശേഷണങ്ങളാണ് മറിയയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. മറിയയ്ക്ക് കൊടുത്തിട്ടുള്ള വിശേഷണങ്ങളിൽ പ്രഥമമായിട്ട് നാം നോക്കുവാൻ പോകുന്നത് മറിയ തിരുസഭയുടെ മാതാവോ എന്ന ശീർഷകത്തിലാണ്. അതിനെ ലാറ്റിൻ ഭാഷയിൽ മെയ്റ്റർ എക്ലീസിയെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇന്ന് ആ ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ട് മറിയയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുവാനായിട്ട് പോവുകയാണ്. മറിയ തിരുസഭയുടെ മാതാവ്. ചരിത്രത്തിൽ ആദ്യമായി മറിയയെ തിരുസഭയുടെ മാതാവ് എന്ന നിലയിൽ വിശേഷിപ്പിച്ചത് ഇറ്റലിയിലെ മിലാനിലെ ബിഷപ്പായിരുന്ന അംബ്രോസ് ആണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ബിഷപ്പായിരുന്ന അംബ്രോസ് ആണ് മേരി വിജ്ഞാനീയത്തിൻ്റെ അല്ലെങ്കിൽ മരിയോളജിയുടെ പിതാവായി പൊതുവെ സ്വീകരിക്കപ്പെട്ടു വരുന്നത്. എന്നാൽ സിസ്റ്റമാറ്റിക് മരിയോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ജസ്യൂട്ട് പുരോഹിതനായ ഫ്രാൻസിസ്കോ സുവാരസ് ആണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മറിയ വിജ്ഞാനീയം അല്ലെങ്കിൽ മറിയയ്ക്ക് കൊടുത്തിട്ടുള്ള അഭിസംബോധനകൾ, വിശേഷണങ്ങൾ, അതൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിൽ വികസിച്ചു വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ 4-ാം നൂറ്റാണ്ടിൽ ബിഷപ്പായിരുന്ന അംബ്രോസ് മറിയയ്ക്ക് തിരുസഭയുടെ മാതാവെന്ന പദവി ചാർത്തിക്കൊടുത്തു. പിന്നീട് അനേക നൂറ്റാണ്ടുകൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ ടേം അങ്ങനെ തന്നെ കിടക്കാനിടയായി തീർന്നു. പിന്നീട് നാം കാണുന്നത് 15-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴാണ്, 15-16 നൂറ്റാണ്ടുകളിൽ ഈ ഫ്രാൻസിസ്കോ സുവാരസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനെ പിന്നീട് പൊടിതട്ടിയെടുത്ത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം 17-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പോപ്പ് ബെനഡിക്റ്റ് 14-ാമനും 18-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1885 പോപ്പ് ലിയോ 13-ാമനും ഈ ടേമിനെ അല്ലെങ്കിൽ ആ സംജ്ഞയെ പുനരുദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മറിയ തിരുസഭയുടെ മാതാവ് എന്ന നിലയിൽ അതിനൊരു ഔദ്യോഗിക തലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാനിടയായത് 2-ാം വത്തിക്കാൻ കൗൺസിലിലാണ്. അത് ഏകദേശം 1964 എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 1964 2-ാം വത്തിക്കാൻ കൗൺസിലിൽ മറിയ ആ നിലയിൽ പരിഗണിക്കപ്പെടാൻ ഇടയായത് 1960 കാലഘട്ടങ്ങളിൽ ഒരു ജസ്യൂട്ട് പുരോഹിതനായിരുന്ന ഹ്യൂഗോ കാറൽ എറിക് റാൻഹർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അദ്ദേഹമാണ് മറിയ വിജ്ഞാനീയത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുകയും ഈ 2-ാം വത്തിക്കാൻ കൗൺസിലിലേക്ക് മറിയയെക്കുറിച്ചുള്ള വിചാരധാരകൾ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പോകെ പോകെ മറിയ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ തിരുസഭയുടെ മാതാവ് എന്ന നിലയിൽ കൂടുതൽ പ്രതിഷ്ഠിക്കപ്പെടുവാൻ ഇടയായി തീർന്നത് കത്തോലിക്ക സഭയുടെ 264-ാമത്തെ മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ. അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന സമയം 1978 മുതൽ 2005 വരെയുള്ള
കാലഘട്ടമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് മറിയ തിരുസഭയുടെ മാതാവ് എന്ന ആ സംജ്ഞ അല്ലെങ്കിൽ ആ സാങ്കേതിക പദം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി ചേർക്കുവാൻ ഇടയായ വ്യക്തി. നമുക്കറിയാം, ഈ കത്തോലിക്ക സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവർക്ക് എല്ലാ കാലത്തും ബൈബിളിനേക്കാൾ കൂടുതൽ പഥ്യമായിരിക്കുന്നത് അവരുടെ മതബോധന ഗ്രന്ഥത്തെ തന്നെയാണ്. അവർ തിരുസഭയുടെ പ്രമാണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക ഒരിക്കലും വിശുദ്ധ വേദപുസ്തകത്തെ അല്ല. നേരെ മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന് സമാന്തരമായി എഴുതപ്പെട്ടിട്ടുള്ള മതബോധന ഗ്രന്ഥത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. എന്നാൽ ഈ മറിയ തിരുസഭയുടെ മാതാവ് എന്ന നിലയിലുള്ള പെരുന്നാൾ ആഘോഷിക്കപ്പെടാൻ ആരംഭിച്ചത് 4-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ പോലുമല്ല. കേവലം 6 വർഷങ്ങൾക്ക് മുമ്പ് 2018 മറിയയുടെ പേരിലുള്ള അഥവാ തിരുസഭയുടെ മാതാവ് എന്ന പേരിലുള്ള പെരുന്നാൾ കത്തോലിക്ക സഭയിൽ നിലവിൽ വന്നത് എന്നത് ഞെട്ടിക്കുന്ന ചരിത്രരേഖയാണ്. അത് ഇപ്പോൾ നിലവിലെ പോപ്പായ പോപ്പ് ഫ്രാൻസിസ് ആണ് 2018 ഫെബ്രുവരി 11 ആ ഡിക്രിയിൽ ഒപ്പുവെക്കുകയും 2018 മാർച്ച് 3-ാം തീയതി അത് പ്രസിദ്ധമാക്കുകയും തുടർന്ന് കേവലം 6 വർഷങ്ങളെ ആയുള്ളൂ മറിയ തിരുസഭയുടെ മാതാവ് എന്ന നിലയിലുള്ള പെരുന്നാൾ കത്തോലിക്ക സഭയിൽ ആരംഭിച്ചിട്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, 1964 2-ാം വത്തിക്കാൻ കൗൺസിലാണ് തിരുസഭയുടെ മാതാവ് എന്ന് അംബ്രോസ് മറിയയ്ക്ക് കൊടുത്ത ആ വിശേഷണത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അത് പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഈ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രത്യേകത? ഇത്രയേറെ പ്രമുഖർ ഒന്നിച്ചു ചേർന്ന ഒരു സാർവത്രിക സുന്നഹദോസും വേറെ ഉണ്ടായിട്ടില്ല. കൗൺസിലിന്റെ 1-ാം സമ്മേളനത്തിൽ ഏകദേശം 2600-ലധികം ബിഷപ്പുമാര്, മെത്രാന്മാര് അതിൽ സന്നിഹിതരായിരുന്നു എന്ന ചരിത്രരേഖകൾ നമ്മളോട് പറയുന്നു. മാത്രമല്ല, കൗൺസിൽ സമ്മേളനങ്ങൾ നിരീക്ഷിക്കാൻ ദൈവശാസ്ത്രജ്ഞരും അൽമായരായ പ്രമുഖരും അതേപോലെ തന്നെ വൈദിക പ്രതിനിധികളും കത്തോലിക്കരല്ലാത്ത പ്രൊട്ടസ്റ്റന്റ് പ്രതിനിധികളുമൊക്കെ ആ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അംഗങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ 2-ാം വത്തിക്കാൻ കൗൺസിലാണ് മറിയയെക്കുറിച്ചുള്ള വൈകല്യ വീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കരുത്ത് പകരുകയും ചെയ്തത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുതയാണ്. ഉദാഹരണത്തിന്, ആ 2-ാം വത്തിക്കാൻ കൗൺസിലിലാണ് മറിയ ദൈവമാതാവാണ്, അതേപോലെ സഭയുടെ മാതാവാണ്, അതേപോലെ പ്രപഞ്ചരാജ്ഞിയാണ്. പുതിയ ഹവ്വ എന്ന പ്രയോഗം മറിയയ്ക്ക് കൊടുത്തത് ആ 2-ാം വത്തിക്കാൻ കൗൺസിലിലാണ്. അതേപോലെ പുണ്യങ്ങളുടെ മാതൃക, പ്രത്യാശയുടെ അടയാളം, കർത്താവിൻ്റെ ദാസി, ഇങ്ങനെ ഒരു പറ്റം വിശേഷണങ്ങൾ മറിയയ്ക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഇത്രയും വലിയ പ്രതിനിധികൾ അടങ്ങിയ ആ കൗൺസിലിൽ ഇങ്ങനെയുള്ള പദവികൾ കൊടുത്തപ്പോൾ അതിനെ ചൊല്ലി അതിശക്തമായ വാദപ്രതിവാദങ്ങൾ അവിടെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഈ 2-ാം വത്തിക്കാൻ കൗൺസിൽ ഏകദേശം 4 വർഷങ്ങൾ നീണ്ടു നിന്ന കൗൺസിലാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. 1962 മുതൽ 1965 വരെ തുടർച്ചയായ 4 വർഷങ്ങൾ സമ്മേളിച്ചതാണ് ഈ 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത്. അവിടെ ഈ മറിയ തിരുസഭയുടെ മാതാവ് എന്ന സംജ്ഞ കടന്നു വന്നപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുകയും 1963-ലും 1964-ലും ആ സംജ്ഞ ചർച്ചയ്ക്കും പഠനത്തിനും മുമ്പോട്ട് വെക്കുകയും ചെയ്തു. മാത്രമല്ല, ചർച്ച മൂത്തു വന്നപ്പോൾ ആ വിഷയം വോട്ടിനിടാനായിട്ട് ഇടയായി തീർന്നു. മറിയയെയും മറിയയുടെ വിശേഷണങ്ങളെയും
സഭയുടെ ഭരണഘടനയുടെ ഭാഗമാക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ മറുവിഭാഗം അത് പാടില്ല എന്ന് വാദിപ്പാനിടയായി. അങ്ങനെ ആ വിഷയം വോട്ടിനിട്ടു. അങ്ങനെ വോട്ടിനിട്ടപ്പോൾ ഏകദേശം 1114 ബിഷപ്പുമാര് അനുകൂലമായി, അതായത് മറിയയെയും മറിയയ്ക്ക് കൊടുത്തിട്ടുള്ള പദവികളെയും സഭയുടെ ഭരണഘടനയുടെ ഭാഗമാക്കണമെന്ന് 1114 ബിഷപ്പുമാര് വോട്ട് ചെയ്തു. അതിനെ എതിർത്ത് വോട്ട് ചെയ്തത് 1074 പേരാണ് എന്നും ചരിത്രത്തിൽ പറയുകയാണ്. ഇനി ആ ഭരണഘടനയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ലൂമൻ ജെൻഡിയം എന്നാണ് ലാറ്റിൻ ഭാഷയിൽ ആ ഭരണഘടനയെ പറയുന്നത്. അതായത് സഭയുടെ പ്രാമാണിക രേഖ, സഭയുടെ പ്രാമാണിക ഭരണഘടന. ഈ തിരുസഭയുടെ മാതാവ് എന്ന ടേം ഉൾപ്പെടെ പല വിശേഷണങ്ങളും ഈ ലൂമൻ ജെൻഡിയം എന്ന പ്രാമാണിക രേഖയുടെ ഭാഗമാക്കി ഇവർ മാറ്റി. പ്രിയമുള്ളവരെ, നാം അറിഞ്ഞിരിക്കണം ഈ ലൂമൻ ജെൻഡിയം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ആ വാക്കിന്റെ ശരിയായ അർത്ഥം വരുന്നത് ലൈറ്റ് ഓഫ് ദ നേഷൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങളുടെ പ്രകാശം. ഈ ലൂമൻ ജെൻഡിയത്തിലാണ് തിരുവചനത്തിന് വിരുദ്ധമായി പർഗേറ്ററി അഥവാ ശുദ്ധീകരണ സ്ഥലം ഉൾപ്പെടെയുള്ള തിരുവചന വിരുദ്ധമായ ദുരുപദേശങ്ങൾ അവർ തിരികെ കയറ്റിയത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ലൂമൻ ജെൻഡിയവും അവസാനം വോട്ടിനിടേണ്ടി വന്നു. ഈ ലൂമൻ ജെൻഡിയം വോട്ടിനിട്ടപ്പോൾ അന്ന് 2151 ബിഷപ്പുമാര് അതിന് അനുകൂലമായും കേവലം 5 ബിഷപ്പുമാർ മാത്രമാണ് അതിന് പ്രതികൂലമായി വോട്ട് ചെയ്തത്. പ്രിയമുള്ളവരെ, സത്യത്തിനൊപ്പം നിൽക്കാൻ പൊതുജനമധ്യേ രുചികരമല്ലാത്ത പരിക്കൻ സത്യങ്ങളെ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ എക്കാലത്തും ന്യൂനപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ലൂമൻ ജെൻഡിയം അഥവാ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ഭരണഘടനയോടുള്ള ബന്ധത്തിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സഭയുടെ മാതാവ് എന്ന ടേം മറിയയ്ക്ക് കൊടുത്തപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ടത് അതിശക്തമായ തർക്കങ്ങളും വാദങ്ങളും നടന്നതിന് ശേഷം വിളിച്ചുകൂട്ടിയത് കത്തോലിക്ക സഭ ആയതുകൊണ്ട്, ആ കൗൺസിൽ അവർ തന്നെ വിളിച്ചുകൂട്ടിയതായതുകൊണ്ട് അവരുടെ ലക്ഷ്യം നേടിയെടുത്തു എന്നേ പറയുവാനായിട്ടുള്ളൂ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1964 പോൾ 6 മാർപ്പാപ്പ മറിയയ്ക്ക് തിരുസഭയുടെ മാതാവ് എന്ന പദവി ചാർത്തിക്കൊടുത്തു. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്, വാസ്തവത്തിൽ ഇതിലൊക്കെ എന്ത് ദൈവിക ഇടപെടലാണുള്ളത്, എന്ത് ആത്മീക പക്വതയാണ് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം തർക്കിച്ചും വാദിച്ചും ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പോലെ, തർക്കിച്ചും വാദിച്ചും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നത് പോലെ കുറെ മാർപ്പാപ്പമാരും കുറെ ബിഷപ്പ് കൗൺസിലും കൂടി ചേർന്ന് പാസാക്കി എടുക്കേണ്ട ഒന്നാണോ മറിയയുടെ തിരുസഭയുടെ മാതാവ് എന്ന പദവി? അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി ഉണ്ടോ? നാം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. നാം തിരുവെഴുത്ത് പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ തിരുവെഴുത്തിൽ പലതിനും നിയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് യേശു നേരിട്ടും പിന്നീട് പരിശുദ്ധാത്മാവും ചെയ്തതായിട്ടാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, യേശു നേരിട്ട്, നമുക്കറിയാം, യേശുവിന് കേവലം 12 ശിഷ്യന്മാരൊന്നും അല്ല ഉണ്ടായിരുന്നത്, അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു, അനേക ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ട് 12 പേരെ പ്രത്യേകം വിളിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചതിന് ശേഷം പ്രഭാതത്തിൽ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചിട്ട് അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് വിളിക്കുകയും ചെയ്തതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഏതെങ്കിലും രാത്രിയിൽ യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാവിലെ ജനമധ്യത്തിലേക്ക് അമ്മയായ മറിയയെ കൊണ്ടുവന്ന്, ഇന്നു മുതൽ എൻ്റെ അമ്മയായ മറിയ സഭയുടെ മാതാവായിരിക്കും എന്ന് യേശു പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ചരിത്രത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? എങ്ങും അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല.
യേശു താൻ ജീവിച്ചിരിക്കെ തൻ്റെ മരണത്തെക്കുറിച്ചും ഉയിർപ്പിനെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പറയുകയും താൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും എന്നും സഭ സ്ഥാപിക്കപ്പെടുമെന്നും ശിഷ്യന്മാർ എന്തൊക്കെ ചെയ്യണമെന്നും പറയുകയുണ്ടായി. അവിടെ എവിടെയെങ്കിലും മറിയയ്ക്ക് എന്തെങ്കിലും പദവികൾ കൊടുക്കണമെന്ന് പരാമർശമുണ്ടോ? മറിയ വാസ്തവത്തിൽ അവിടെയൊന്നും പരിഗണനാ വിഷയമേ അല്ല എന്നുള്ളതാണ് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു ഒരിക്കൽ പോലും മറിയയെ അമ്മയെന്ന് വിളിക്കാൻ തയ്യാറായിട്ടില്ല. സ്ത്രീയെ എന്ന് അമ്മയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മേ എന്നതിന് അനുരൂപമായ ബഹുമാനത്തോടെയുള്ള സ്ത്രീയെ എന്ന് മാത്രമാണ് യേശു എല്ലാ കാലത്തും മറിയയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അമ്മയെ എന്ന് അഭിസംബോധന ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ്. കാരണം യേശു അമ്മയെന്ന് വിളിക്കാതിരുന്നിട്ട് പോലും കത്തോലിക്ക സഭ ഇന്ന് മറിയയ്ക്ക് അനാവശ്യമായ ഇത്രയും പദവികൾ നൽകിയെങ്കിൽ, യേശു മറിയയെ അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ സഭ മറിയയെ എവിടെ കൊണ്ട് എത്തിച്ചേനെ എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കറിയാം, അപ്പോസ്തലന്മാരിലൂടെ സഭയുടെ പ്രമാണങ്ങൾ രേഖകളായി നൽകിയിട്ടുള്ള ഏതെങ്കിലും ലേഖനങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലോ മറിയയെ പറ്റി അപ്പോസ്തലന്മാർ മറിയയെ തിരുസഭയുടെ മാതാവ് എന്ന നിലയിൽ രേഖപ്പെടുത്തിയ ചരിത്രമുണ്ടോ? എങ്ങും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തിരുസഭയെ പറ്റി തിരുവെഴുത്ത് പറയുന്നത് ആ തിരുസഭയുടെ ദൈവിക ആലോചനയിലോ അതേപോലെ തിരുസഭയുടെ സ്ഥാപനത്തിലോ അതിൻ്റെ വളർച്ചയിലോ പുരോഗതിയിലോ എവിടെയെങ്കിലും 0.5% പങ്ക് മറിയയ്ക്കുള്ളതായി വിശുദ്ധ ബൈബിളിൽ എവിടെയും രേഖയുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വാസ്തവത്തിൽ യേശുവിൻ്റെ മരണത്തിന് ദൃക്സാക്ഷിയായ മറിയ മാനസികമായി തകർന്നു പോകുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവളെക്കുറിച്ചുണ്ടായ പ്രവചനം, വിശുദ്ധ മറിയയെക്കുറിച്ചുണ്ടായ പ്രവചനം തന്നെ നമുക്കറിയാം, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടക്കും എന്നുള്ളതാണ്. അങ്ങനെ മാനസികമായി തകർന്ന മറിയയെ ശിഷ്ടകാലം പരിപാലിക്കേണ്ടതിനാണ് യേശു യോഹന്നാനെ ഭരമേൽപ്പിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നാം മറിയയെ നോക്കുമ്പോൾ ഒരു വശത്ത് ലോകരക്ഷകനെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ തന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം മറിയയുടെ ഉള്ളിൽ ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് അതേ പുത്രന്റെ ദാരുണമായ നിഷ്ഠൂരമായ കൊലപാതകം ക്രൂശിൽ കാണേണ്ടി വന്നതിൽ മനം നൊന്ത് മനം തകർന്ന് അവശയായി പോയൊരു മറിയയെയാണ് ചരിത്രത്തിൽ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭ മറിയയ്ക്ക് ചാർത്തിക്കൊടുത്ത വിശേഷണ പദങ്ങളൊന്നും മനസ്സിലാക്കാനോ അതിനോട് പ്രതികരിക്കുവാനോ കഴിയാത്ത വിധം ഈ മറിയയെ മാനസികമായി തകർന്ന് അവശയായ ഒരു സ്ത്രീയായിട്ട് ഒരു ബഹുമാന്യ രത്നമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ചരിത്രത്തിൽ നിന്ന് കഴിയുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ തിരുസഭയുടെ മാതാവ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ എത്രയോ അപകടം പതിയിരിക്കുന്നു. കാരണം തിരുസഭയുടെ മാതാവ് എന്ന് പറയുമ്പോൾ ആ സഭയുടെ ഉൽപ്പത്തിയുടെ കാരണഭൂത എന്നർത്ഥമല്ലേ വരുന്നത്? അങ്ങനെ ഒരർത്ഥത്തിൽ മറിയയെ കാണാൻ ബൈബിൾ നിഷ്കർഷിക്കുന്നുണ്ടോ? ബൈബിൾ അതിന് തയ്യാറാവുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ ഞാനും മാതാവും കൂടെ ഞങ്ങളുടെ സഭയെ പണിയുമെന്നല്ലല്ലോ. ഞാൻ എൻ്റെ സഭയെ പണിയും. ആ ഞാൻ എൻ്റെ എന്നുള്ളതിന് എത്രത്തോളം എംഫസൈസ് കൊടുത്തിട്ടുണ്ട്, ഊഞ്ഞൽ കൊടുത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആ സഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞത് കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെന്നല്ലേ. ക്രൂശിലെ നിഷ്ഠൂരമായ മരണത്തിലൂടെ ധാരധാരയായി ഒഴുകി വീണ രക്തത്തിൽ നിന്ന് പിറവി കൊണ്ടതാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ വലത്തുവശത്ത് മറിയ കൂടെ ക്രൂശിക്കപ്പെട്ട് അവരുടെ ഒരുമിച്ചുള്ള ക്രൂശുമരണത്തിൽ നിന്നുണ്ടാക്കിയതല്ല ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. മറിയ വാസ്തവത്തിൽ ക്രൂശിന് കീഴെ
ഒരു തുള്ളി ദാഹജലം പോലും ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശുവിന് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് അനുവാദമില്ലാതെ തികച്ചും നിസ്സഹായായി ക്രൂശിന് താഴെ നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചുരുക്കത്തിൽ യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയിൽ ആരൊക്കെ എന്തൊക്കെ പദവി വഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാർപ്പാപ്പമാരോ ബിഷപ്പ് കൗൺസിലോ അല്ല, നേരെ മറിച്ച് അത് യേശു തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ സഭയുടെ തല എന്ന് പറയുന്നത് യേശുവാണ് എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, 5-ാം അധ്യായം 23-ാം വാക്യം അവിടെ പറയുന്നത് അവൻ സഭയുടെ തല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം അവൻ സഭയുടെ മൂലക്കല്ല്. അതേപോലെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം അവൻ സഭയുടെ മണവാളൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം അവൻ യേശു സഭയുടെ യജമാനൻ. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യം അവൻ സഭയുടെ ഇടയശ്രേഷ്ഠൻ. ഇങ്ങനെ സഭയുടെ ആരംഭവും അവസാനവും പുരോഗതിയും അതിൻ്റെ എല്ലാ വശത്തു നിന്ന് നോക്കിയാലും സഭയുടെ അധിപനായി നിൽക്കുന്നത് യേശുവാണ്. അവിടെ മറിയയ്ക്കെന്നല്ല അപ്പോസ്തലന്മാർക്ക് പോലും വേറെ പ്രത്യേകിച്ച് റോളൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ പുതിയ നിയമ ലേഖനങ്ങളും യേശു സ്വയവും അപ്പോസ്തലന്മാരും ഒരുപോലെ സഭയുടെ ഏക അധികാരിയായി, ഏക പിതാവായി, ഏക സംരക്ഷകനായി യേശുവിനെ വെളിപ്പെടുത്തുമ്പോൾ എന്തധികാരത്തിൽ, ഏതു മാനദണ്ഡത്തിൽ കത്തോലിക്ക സഭ മറിയയെ സഭയുടെ മാതാവായി പ്രഖ്യാപിച്ചു? ഈ ചോദ്യത്തിന് കത്തോലിക്ക സഭ തന്നെ ഉത്തരം പറയട്ടെ എന്ന് പ്രത്യാശിക്കാം. അടുത്ത എപ്പിസോഡിൽ മറിയ അമലോത്ഭവയോ എന്ന ചിന്ത നമുക്ക് നോക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.